ബേക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ തളങ്കര ബീച്ച് പാർക്കിന് സമീപം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയുടെ നിർദ്ദേശപ്രകാരം കടൽത്തീര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയുടെ നിർദ്ദേശപ്രകാരം കടൽത്തീര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ബേക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ സ്റ്റേഷൻ പരിധിയിലെ തളങ്കര ബീച്ച് പാർക്കിന് സമീപം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ കൃഷ്ണദാസ് പലേരി കണ്ടൽ ചെടി നട്ടുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, ഏറെ സന്തോഷമുണ്ട് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രഗിരി പുഴയോരത്താണ്. ചന്ദ്രഗിരി പുഴ എന്ന് പറയുമ്പം ഒരു ചക്രവർത്തി പേര് കൊടുത്ത ഏക പുഴയാണ്. ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ പുഴക്ക് പേര് കൊടുത്തത്. 105 കിലോമീറ്റർ ദൂരെ കർണാടകയിലെ പാണ്ടിനൽക്കാട് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ വടക്ക് ഭാഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കണ്ടൽക്കാടുകൾ കാണാം. അത് മാത്രമല്ല, കണ്ടൽക്കാടിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് സുനാമി കാലഘട്ടത്തിലാണ്. അതുപോലെ പ്രളയം അത്രയൊന്നും അധികം സ്പർശിക്കാത്തത് നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. ആലോചിച്ചു. കാരണം കാസർഗോഡ് ജില്ലയുടെ ഒരു പരിസ്ഥിതി ഭൂപ്രകൃതി ഘടന അങ്ങനെയാണ്. 12 പുഴകളുണ്ട്. അപ്പൊ അതിൽ തന്നെ 9 വലിയ പുഴകളും പിന്നെ 3 ചെറിയ പുഴകളും. മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ പുഴ. അപ്പൊ അതിൽ തന്നെ കണ്ടൽക്കാടുകളില്ലതും നമ്മുടെ ജില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ. അപ്പൊ കണ്ടൽക്കാടിന്റെ ഒരുപാട് ഗവേഷണം അർഹിക്കുന്ന ഒരു വിഷയമാണ് കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോഴും ഇതിന്റെ പല അറിവുകളും നമ്മുടെ പുതിയ കുട്ടികൾക്ക് അറിയില്ല. ഞാൻ ക്വിസ് മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും അധികം വിതരണം ചെയ്യുന്ന പീ കണ്ടലിന്റെ അല്ലെങ്കിൽ ഭ്രാന്തം കണ്ടലിന്റെ ചിത്രം കാണിച്ചാൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രത്യേക ലോകത്ത് പ്രത്യേകിച്ച് പുഴകളിൽ തന്നെ നമ്മൾ അന്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം പുഴകളാൽ സമ്പന്നമാണ് കാസർഗോഡ്. പ്രത്യേകിച്ചിട്ട് ഈ കണ്ടൽക്കാടുകളും ഏറ്റവും കൂടുതൽ ഇല്ല ജില്ലകളിൽ ഒന്നാണ് നമ്മുടേത്. അപ്പൊ നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട കാണുന്നത് പ്രത്യേകിച്ചിട്ട് ഈ സ്വർണ്ണക്കണ്ടൽ മൊഗ്രാൽ പുഴയിൽ മാത്രം കാണുന്നതാണ്. സ്വർണ്ണക്കണ്ടൽ, ആപ്പിൾ കണ്ടൽ, അതുപോലെ പീ കണ്ടൽ, പിന്നെ ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി, വലിയ ഉപ്പട്ടി എന്നുണ്ടാവും. അപ്പൊ ഇതിൽ ഈ ചുള്ളിക്കണ്ടലിന്റെ ഉപ്പ്, നിങ്ങൾ ആ ഉപ്പ് പിന്നെ അതിന്റെ ഇലകളിൽ കാണും. അപ്പൊ ആ ഉപ്പൊന്ന് എടുത്തിട്ട് നാവിൽ സ്പർശിച്ചാൽ തന്നെ അതിന്റെ വ്യത്യാസം അറിയും. നമ്മൾ എത്രയോ ഉപ്പ് വേണം, നമ്മുടെ തലച്ചോറ് വരെ അത് എത്തും. അത്രയും ക്വാളിറ്റിയിലെ ഉപ്പാണ്. അതായത് കൃത്രിമമായിട്ടല്ല, ഈ പുഴയിലെ ഉപ്പ് കരയിലേക്ക് വ്യാപിക്കാതെ തടയുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ പിന്നെ ഏതൊരു കാലാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതി പ്രക്ഷോഭം വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പുഴയിലെ നീന്തിപ്പം ഒരാൾക്ക് ഇതിൽ ഒരു വള്ളിക്കണ്ടലിലോ ഇതിനൊന്ന് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. എത്ര വലിയ കാറ്റ് വന്നാലും അത് നിൽക്കും. അത്തരത്തിലാണ് അതിന്റെ ഒരു ഘടന. അപ്പൊ ഏതായാലും നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ കോസ്റ്റൽ പോലീസ് നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനും കടൽ തീരം സംരക്ഷിക്കുന്നതിനും കണ്ടൽക്കാടുകൾ വഹിക്കുന്ന പങ്കിനെ പറ്റിയും പ്രളയത്തെ അതിജീവിച്ച കാസർഗോഡിന് നദികളും കണ്ടൽക്കാടുകളും കരുത്തായത് എങ്ങനെയെന്നതിനെക്കുറിച്ചും ഉദ്ഘാടകൻ സംസാരിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യൂസഫ് നടുത്തറമ്മൽ, ഫിഷറീസ് AD അനിൽകുമാർ, SI-മാരായ ഉണ്ണിരാജൻ, രാധാകൃഷ്ണൻ, ASI രാജീവൻ എന്നിവർ സംസാരിച്ചു. വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നതെന്നും ഇതിന്റെ മറ്റു പ്രധാനപ്പെട്ട മറ്റു സവിശേഷതകളും ഇപ്പോൾ പലരും മാഷ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മാഷിക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. പിന്നെ ഒരുപാട് ഡോക്യുമെൻ്ററീസും മറ്റുമൊക്കെ പണിപ്പുരയിലാണ്. ഫീച്ചേഴ്സും പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസും മറ്റുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തെപ്പറ്റി നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.